സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്താൻ പറ്റിയില്ല. കുറേ സങ്കടങ്ങളുണ്ടായി. കൃഷ് ആണെങ്കിൽ ഹോസ്പിറ്റലിലുമായി. അതിനുശേഷം ബലരാമൻ നാട്ടിൽ വന്നു മാത്രമല്ല, സാഗർ കുടുംബത്തിൽ സ്ഥിരമായി താമസിക്കാനായിട്ട് വരികയും ചെയ്തു. ആ സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ ആഘോഷിക്കാനായിട്ട് കൃപമോളുടെ ആഗ്രഹപ്രകാരം വണ്ടർലയിൽ വൺ ഡേ ട്രിപ്പിന് പോകുന്നുണ്ട്. സാഗർ കുടുംബത്തിലെ എല്ലാവരും മാത്രമല്ല, കൺമണിയെയും കൂട്ടുവിളിക്കുന്നുണ്ട്. അത് കൃപമോളുടെ ആഗ്രഹമാണ്. സാഗർ സുജിയോട് പറയുന്നു, മക്കളെല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നത് തന്നെ ഭാഗ്യമല്ലേ? അതെ, സാഗർ പറഞ്ഞു, സത്യ എൻ്റെ മോനെ ബലരാമനെ ഇങ്ങനെ കൺനിറയെ കാണാൻ പറ്റുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ. ഒരാളെ മാത്രമല്ല, മക്കളെല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് സന്തോഷം തന്നെയാണെന്ന് സാഗർ ആണെങ്കിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനിടയ്ക്കാണെങ്കിൽ കൃഷും നമ്മുടെ കൺമണിയും കൂടെ റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ബലരാമൻ അവർക്ക് കഴിക്കാനായിട്ട് സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ ഞാനൊരു കട്ടുറുമ്പായോ? ആ, ശരിക്കും ശല്യമായെന്ന് കൃഷി ആണെങ്കിൽ ചുമ്മാ തമാശയ്ക്ക് പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്കിടയ്ക്ക് ഏറി ശല്യപ്പെടുത്താൻ തന്നെ ഞാൻ വന്നതെന്ന് പറഞ്ഞ് ബലരാമനാണെങ്കിൽ തമാശയ്ക്ക് രണ്ടുപേരെയും നടുവിലൂടെ തട്ടിയിടിച്ച് പോകുമ്പോഴത്തേക്കും കൃഷിയും കൺമണിയും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കൃഷി വന്ന് നോക്കുമ്പം ബലരാമന് മാത്രമായിട്ട് സ്നാക്സൊക്കെ വാരി കൊടുക്കുന്നുണ്ട് സുജിക്ക് ഒരു പ്രത്യേക സ്നേഹം ബലരാമനോട് കുറേ ദിവസം കൊണ്ട് നമ്മുടെ കൃഷി ആണെങ്കിൽ ശ്രദ്ധിക്കുന്നു. മാത്രമല്ല, സാഗറിനാണെങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. സുജി ഓവർ സ്നേഹം ബലരാമനോട് കാണിക്കുന്നു മാത്രമല്ല, കൃഷിനെ മുന്നത്തെ പോലെ സ്നേഹിക്കുന്നേ ഇല്ല. അതെല്ലാം കൃഷിൻ്റെ മനസ്സിൽ ഒരു സങ്കടമാകില്ലേ? തൻ്റെ കുടുംബം തകരാൻ പോകുകയാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നു. അതേസമയം മനോജിനെ നമ്മുടെ ബലരാമൻ പറഞ്ഞ വാക്ക് പാലിച്ച് ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ബലരാമൻ്റെ അടുത്തേക്ക് ധനലക്ഷ്മിയും അമ്മായിയും ഓടിച്ചെല്ലുന്നു. അങ്ങനെ സന്തോഷത്തോടെ മനോജിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ധനലക്ഷ്മി തൻ്റെ പതിവ് പരിപാടി തുടങ്ങുന്നു. കൺമണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് കൃഷ. അപ്പോൾ കൺമണിയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായിക്കേണ്ട ചുമതല കൃഷിനുണ്ട്. ഇപ്പോൾ സഹായം ചെയ്തത് ബലരാമനുമാണ്. അതെന്താ ധനലക്ഷ്മി നീ അങ്ങനെ പറഞ്ഞത്? കൃഷി വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നതല്ലേന്ന് ശ്രീനിവാസൻ ചോദിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കിടന്നതാ ശരിയാ, ഇപ്പം ട്രിപ്പ് പോയിരിക്കുക, വൺ ഡേ ട്രിപ്പ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ടൂറ് പോകാനൊക്കെ പറ്റും. മനോജേട്ടൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ഇടപെടാഞ്ഞത്. പക്ഷേ പാവം ബലരാമൻ, അയാൾ ഉണ്ടായതുകൊണ്ട് മാത്രം എൻ്റെ ഭർത്താവ് ഇപ്പം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പം നമ്മളോടൊപ്പം ഇരിക്കുന്നു. അന്നേരം മനോജ് പറയുന്നു, ധനലക്ഷ്മി നീ ചുമ്മാ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. കൃഷിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പുറത്തിറക്കാൻ കൃഷി വന്നേനെന്നുള്ള കാര്യം എനിക്കുറപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ നന്നാവില്ലെന്ന് പറഞ്ഞ് ധനലക്ഷ്മി അങ്ങ് പോകുന്നു. അതേസമയം വണ്ടർലയിലാണെങ്കിൽ കൃപമോളും ബലരാമനും സാഗറും സുജിയും ഒന്നിച്ച് ചേർന്ന് സെൽഫി എടുക്കുന്നു. അവരാണെങ്കിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതെല്ലാം മാറി നിന്ന് ഒരു അന്യനെ പോലെ കൃഷിയാണെങ്കിൽ നോക്കി നിന്ന് സങ്കടപ്പെടുന്നു. തൻ്റെ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണെന്നാണ് പുള്ളി ആലോചിക്കുന്നത്. അയാളുടെ അറിവിൽ അമ്മയോട് താനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അമ്മ എന്തിനാ തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ള ഒരു അങ്കലാപ്പാണ് കൃഷിൻ്റെ മുഖത്ത് കാണാനാകുന്നത്. സാഗറിൻ്റെയും സുജിയുടെയും മകനല്ല, അതായത് കൃപമോളുടെയും ബലരാമൻ്റെയും കൂടപ്പിറപ്പല്ല താനെന്നുള്ള കാര്യം കൃഷിനാണെങ്കിൽ ഇതുവരെ അറിയില്ല. സാഗർ കുടുംബത്തിലെ അംഗമായ തന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ അവഗണന കാണിക്കുന്ന എന്താണെന്നുള്ളൊരു സംശയമാണ് കൃഷിനെ അലട്ടുന്നത്. അധികം താമസിക്കാതെ ഈ പോക്ക് പോകുവാണെങ്കിൽ കൃഷി എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കും. കൃഷിൻ്റെ ആ ഒരു ടെൻഷനും വേവലാതിയൊക്കെ കൺമണി മനസ്സിലാക്കുന്നു. അവളാണെങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാതെ എങ്ങനെയെങ്കിലും കൃഷിനെ സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാനസിയായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ കൃഷിൻ്റെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് കൃഷിനെയും സാഗർ കുടുംബത്തെയും തമ്മിൽ തെറ്റിച്ചേനെ. കൺമണിയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുതന്നെ ഒരു വലിയ ഭാഗ്യമെന്ന് പറയാം. കാത്തിരിക്കാൻ എന്താകുമെന്ന്.